അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടടാ. നിങ്ങൾ ഇന്നലെ പേടിച്ച് പള്ളിമേടയിലായി കടന്നുറങ്ങിയേ. നമുക്ക് നോക്കാച്ചോ. നല്ല പിള്ളേരാ ജോണെ. വലിയ ജോലിയൊക്കെ രാജിവെച്ച് തുടങ്ങിയ ബിസിനസ്സാ. നീ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. അല്ല ജോ, ഇന്നലെ ഉണ്ടായി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷനിൽ സംഭവിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇപ്പം മിക്ക ടി വിയിലും ഫ്രണ്ട് ക്യാമൊക്കെ ഇല്ലേ, അത് ചിലപ്പോൾ അറിയാതെ ഓണായി കിടന്നതായിരിക്കും. ഇത് അതൊന്നുമല്ല, ഇത് മൾട്ടിപ്പിൾ ആംഗിൾസ് ആയിരുന്നു. മോളിൽ നിന്നും താഴേന്നും സൈഡിൽ നിന്നും ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അല്ല, ഈ മെന്റലിസം കൊണ്ട് പ്രേതത്തെ ഒഴിപ്പിക്കാൻ പറ്റുമോ? ജോണിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. എന്നെ കൊണ്ട് പറ്റുന്നത് റിസോർട്ടിൽ വെച്ച് നിങ്ങൾ കണ്ടതല്ലേ. ചില ആളുകൾക്ക് കർത്താവ് അറിഞ്ഞ ചില ഗിഫ്റ്റ് കൊടുക്കും. He has that gift. വാ, നമ്മളിനി ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കണോ? ആ ഗിഫ്റ്റ് അല്ലടാ പൊട്ട, പിന്നെ കർത്താവിന്റെ കരസ്പർശം. സ്തുതിയുണ്ടോ? ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മൊത്തത്തിൽ ഇവിടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ മേരി. മെഡിറ്റേഷൻ, ബാർബിക്യൂ ചിക്കൻ, ഗുഡ് ഗുഡ്. ഒക്കെ ഇവന്റെ പരിപാടിയാണ് അച്ചോ. ആഹാ, നീ ടൗണിലേക്ക് വരുന്നില്ലേ? പണി വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന സംഭവത്തെ പേടിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. പേടിക്കാതെ പിന്നെ ഞങ്ങൾ അതിനെ പിടിച്ച് ഉമ്മ വെക്കണം. ഞാൻ പറയട്ടെ. ഫോർ എക്സാമ്പിൾ, ഡെന്നി മരിച്ചെന്ന് വിചാരിക്കുക. വിചാരിച്ചു തെണ്ടി, വെറുതെ വിചാരിച്ചാൽ മതി. ഡെന്നി ജീവിച്ചിരിക്കുമ്പോൾ എത്ര ബുദ്ധിയുണ്ടോ, എത്ര ശക്തിയുണ്ടോ, അതിൻ്റെ 10-1 പോലും ബുദ്ധിയും ശക്തിയും ഉണ്ടാവില്ല ഡെന്നിയുടെ പ്രേതത്തിൽ. അപ്പ കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. അത് പറഞ്ഞപ്പോഴോർത്തെ, നമ്മൾ പ്ലാന്റർ കുറിയിച്ചപ്പോൾ എന്നാ പറയുന്നത് ജോണേ? കുഴപ്പമൊന്നുമില്ല. ഇന്നലെ പുള്ളിയുടെ കൊച്ചുമൻ്റെ മാമോദിസയായിരുന്നു. അതൊക്കെ കൂടിയിട്ട് പുള്ളി വൈകുന്നേരം കൂടി വന്നത്. പാവം. ഇനിയുള്ള കാലമെങ്കിൽ അങ്ങേര് സമാധാനമായി നടക്കട്ടെ കർത്താവേ. പിള്ളേരൊന്നും ശരിയല്ല, ഒക്കെ വിറ്റുമുടിപ്പിക്കുന്നു എന്ന പുള്ളിയുടെ പരാതി. ഈ കുരിയച്ചന് നിനക്ക് അറിയടാ ഡെന്നി. നമ്മളെ പ്ലാന്റർ കുരിയച്ചൻ കുരിശുമൂട്ടിലെ ഇവന്റെ അപ്പന്റെ വലിയ ഫ്രണ്ടാ കക്ഷി. കുരിശുമൂട്ടിലെ കുരിയച്ചൻ നിങ്ങൾ 6 മാസം മുമ്പ് കാർ ആക്സിഡന്റ് മരിച്ചല്ലേ? അതെ, അൺഎക്സ്പെക്ടഡ് ഡെത്ത്. ഒരു വിൽപത്രം പോലും എഴുതി വെക്കാൻ സാധിച്ചില്ല. പിന്നെ ഇവനെ ഇടപെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കിയത്. എങ്ങനെ ശരിയാക്കിയത്? 6 മാസം മുമ്പ് മരിച്ച കുരിയച്ചൻ നിങ്ങൾ എങ്ങനെ ഇന്നലെ പള്ളിയിൽ മാമോദിസ കൂടിയിട്ട് ഇവിടെ നിങ്ങളുടെ അടുത്ത് വന്നു? പോയവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഡെന്നി. നിങ്ങൾ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കരുത്. ഞാൻ മൂത്രം ഒഴിച്ചിട്ട് 2 ദിവസമായി. ഇവിടെ ഒഴിക്കരുത് കേട്ടോ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിൽ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നുള്ളത്. നിങ്ങളിപ്പോൾ രാവിലെ എന്താ ചെയ്തത്? പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, ഇപ്പം എന്നെ കാണാൻ വേണ്ടി വന്നു. ഇനി റിസോർട്ടിൽ കാര്യങ്ങളുണ്ടാവും, അതുപോലെ അവർക്കും കാര്യങ്ങളുണ്ടാവില്ലേ? അവരും ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ കണ്ട പോലത്തെ എന്തെങ്കിലും സിഗ്നൽസ് കാണിച്ചെന്നിരിക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ എന്ന് എത്ര ഈസി ആയിട്ടാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറയുന്നത് പ്രേതം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പല്ലേച്ച് കല്യാണം കൂടാൻ പോകുന്നാണോ? ആത്മാവ്, പ്രേതം, പിശാച്, അതിനങ്ങനെയൊന്നുമല്ല. ഒരു തോട്ടൊന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. നമ്മളൊക്കെ പോയാലും the thought remains. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. പിന്നെ ഗുരുവായൂരപ്പൻ? എങ്കിൽ ഇതിലും വിശ്വസിച്ചാൽ മതിയാവും. ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ ഡോൺ? അല്ല ബോൺ ബോസ്കോ. ഞാൻ നിങ്ങൾ എന്താ വിളിക്കണ്ടേ? എന്ത് വേണമെങ്കിലും വിളിച്ചു, വിളിച്ചാൽ മതി. തെറി വിളിച്ചോട്ടെ? മുഖത്തേക്കാണ്. നോക്കടാ, സേതുരാമയ്യർ അതേ നടത്തല്ലോ. സാറേ, ഒരു ഡോൾഫിൻ ചത്ത് തോന്നിയിട്ടുണ്ട്. എടുത്ത് മുറിച്ച് ഫ്രൈ ആക്കിയിട്ട് സായിപ്പന്മാർക്ക് കൊടുക്കട്ടെ? ഒന്നും വേണ്ട, നീ ചെല്ല്. ഇതാരാ? ആരോട് എന്നോട് ചോദിച്ചാൽ പോരെ? എൻ്റെ വായിൽ നാക്കിൽ കിടക്കുന്നത്. ആള് ഭയങ്കര സ്മാർട്ടാണല്ലോ. എന്താ പേര്? യേശു. ആദ്യമായിട്ടാ ഇത്രയും സുന്ദരനായ ഒരു യേശുവിനെ ഇത്ര അടുത്ത് കാണുന്നത്. ഈ ഉപ്പേറ്റടിച്ചിട്ടാണ് സാറേ, നല്ല പൂമ്പഴം പോലെ ഇരുന്ന ചെയ്യാൻ. ഇപ്പൊ പുഴുങ്ങിയ പഴം പോലെ. ഇതെന്താ? ഇത് ചിക്കൻ കബൂർ. കബൂർ കഴിക്കണം സാറേ, കഴിക്കണ്ട.
ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നതിന് മുമ്പ് കൈയൊക്കെ വാഷ് ചെയ്തിരുന്നു? പിന്നെ അതെന്താ അങ്ങനെ ചോദിച്ചു? ഇല്ല, ഞാൻ പറഞ്ഞ സത്യമല്ലേ, കൈ കഴുകിയില്ല. ശരിയാ ഡാ, അത് ഞാൻ പോണ വഴിക്ക് സ്വിമ്മിംഗ് പൂളിൽ കഴിയിട്ട് പോകും. അതുപോലെ യേശു രാവിലെ അപ്പിട്ടിരുന്നു? പിന്നെ ഇട്ടു കുറച്ച്. ഇത് ഞാൻ അപ്പിട്ടെന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ പുറകെ വന്നിട്ടുണ്ടായോ? ഞാൻ ഇടാൻ നോക്കിയാൽ പോകണ്ടേ? അതങ്ങനെ ഇവിടുത്തെ പ്രശ്നമല്ലേ കഴിക്കുന്നത്? എങ്ങനെയാണ്? അല്ല, അവൻ കൈ കഴുകിയിട്ടുള്ള അപ്പിട്ടുള്ള നിങ്ങൾക്ക് എന്നെ മനസ്സിലായി ജോണേട്ടാ? അതൊക്കെ മനസ്സിലാവും. അതെങ്ങനെ മനസ്സിലാവും? ചുമ്മാ ബ്ലഫ് ചെയ്തല്ലേ. അതൊരാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടാൽ മനസ്സിലാവില്ലേ? ബോഡി ലാംഗ്വേജ് കൊണ്ട് എങ്ങനെ മനസ്സിലാവും? അയാൾ കള്ളം പറഞ്ഞപ്പോൾ കൈ പുറകിലേക്ക് പോയത് ശ്രദ്ധിച്ചില്ലേ? അത്രേ ഉള്ളൂ. എന്നാലും കൈ പോയി എന്ന് വെച്ച് ഞാൻ കഴിഞ്ഞ 5-6 വർഷമായിട്ട് മൈക്രോ എക്സ്പ്രഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൈക്രോ എക്സ്പ്രഷനാ? നിങ്ങൾ മെന്റലിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞേ? ഇതൊക്കെ മെന്റലിസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ പ്രിയന്റെ മുഖത്ത് പുച്ഛമല്ലേ? ക്യൂരിയോസിറ്റിയാ? അല്ല, പുച്ഛം. എവിടെ? ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ. എനിക്ക് കാണും. എങ്ങനെ? അത് ഈ എന്താ പറയുക, പ്രസൻസ് ഓഫ് മൈൻഡ്, ഒബ്സർവേഷൻ, അത്രേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ കയറി വന്നപ്പോ എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. 15. ഇവിടെ എത്ര റൂംസ് ഉണ്ട്? 12. അല്ല, അപ്പൊ ഇപ്പഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഞാനും അതെ. ഇതാ പഠിപ്പല്ല, നിന്റെ പഠിപ്പ് വേറെ അല്ലേ? എന്ത്? സ്കൈപ്പിൽ വരും ഷിബുക്കുട്ടൻ, മൂവ് ബാക്ക് പറയും എന്താ സംഭവം? അത് സ്കൈപ്പിൽ ഞാനൊരു ഓൺലൈൻ കോഴ്സ് ചെയ്തിരുന്നത്. പറയട്ടെ. ഡെന്നിയുടെ സെറ്റപ്പ് ആണല്ലേ? നിന്റെ കൈ പുറകിലേക്ക് പോയില്ല. ചെരുപ്പിടാലോ അല്ലേ? ഓക്കെ. ഇവിടെ ഇരുന്നപ്പോഴാ അന്ന് അവളെ മൊബൈലിൽ ഫോട്ടോ എടുത്തപ്പോ കാണാതായത്. എവിടെ ഇരുന്നപ്പോ? ഇവിടെ ഇങ്ങനെ ഹാഫ് ചന്തിയില്. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു? ഇല്ല, അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, എന്റെ ഫ്രണ്ടാ. സ്പാനിഷ് ഫ്ലൈ. ഒന്നും നടന്നില്ലായിരുന്നു. ഇതിൽ നിന്നാ അന്ന് രാത്രി നോക്ക് വന്നു. ഓക്കെ. ഷിബു ഒറ്റയ്ക്കായിരുന്നു? എന്ത് ചെയ്യായിരുന്നു? പറയ്. അല്ല, സ്കൈപ്പില്. ഓ, അതാണ് ഓൺലൈൻ കോഴ്സ്. എല്ലാവരും മിടുക്കന്മാരാണല്ലോ. ഞാൻ ഡീസൻ്റ് ആണ്. അല്ല, ഞാൻ ഡീസൻ്റ് ആണ്. ഓ, ഇവിടെ വെച്ചാണ് പ്രേതം ഞങ്ങളുടെ ഫോട്ടോ എടുത്തത്. ശരി. കിട്ടാത്തോണ്ടല്ലോടാ നാളെ നീ ഡീസൻ്റ് ആണെന്ന് പറഞ്ഞു. ഫോട്ടോഗ്രാഫർ പ്രേതം. ഇവിടെ ഒന്നുമില്ലെന്നേ, നിങ്ങൾക്ക് വെറുതെ തോന്നണത്. അയ്യോ അല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടെ പ്രേതമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാന്തുണ്ട്. നോക്കട്ടെ മൊബൈൽ. ഒരു ചുക്കൂല്ലെന്നേ? അല്ല, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആള് വല്ലതും പുറത്തേക്ക് പോയിട്ടുണ്ടാവും. വെയിറ്റ് ചെയ്യാം. അറിവുണ്ട് കണ്ടു. അല്ല, ഇന്നലെ പ്രേതം വന്ന ഈ ടിവിയിലാണ്. പ്രേതമില്ലല്ലോ, നിങ്ങളല്ല വന്നേ. അതിന് ഞാൻ ഇവിടെ നിൽക്കാട്ടോ. സച്ചിൻ പോയ പിന്നെ എനിക്ക് എന്തോ ക്രിക്കറ്റ് ഇഷ്ടമല്ല. എന്തോ ഒരു കണക്ഷൻ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ. വെയിറ്റ്. It's here. എന്റെ കൈയും കാലും മറക്കുന്നു. ഏയ് ജോൺ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊന്നും ചെയ്യാനുള്ള ശക്തി അതിനില്ല. ജോൺ